വായയ്ക്ക് രുചിയില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഭക്ഷണം കഴിക്കുവാനാകുമോ? വായിൽ രുചി തോന്നുന്നില്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാനാകില്ല. ക്യാൻസർ, മഞ്ഞപ്പിത്തം, ഇപ്പോഴത്തെ വൈറൽ പനികൾ, ചിക്കൻ ഗുനിയ, ഡെങ്കിപ്പനി, ഇങ്ങനെ നമ്മെ ബാധിക്കുന്ന ഏത് കടുത്ത രോഗത്തിനും വായയ്ക്ക് രുചിയില്ലായ്മ അനുഭവപ്പെടും. ക്യാൻസർ രോഗത്തിന് ചെയ്യുന്ന കീമോതെറാപ്പി, റേഡിയോ തെറാപ്പി ചികിത്സകൾ, വായിൽ ചെയ്യുന്ന ചില സർജറികൾ, ചില മരുന്നുകളുടെ സൈഡ് എഫക്റ്റ് എന്നിവ കൊണ്ടും നമുക്ക് ഭക്ഷണത്തിന് രുചി നഷ്ടപ്പെടാം. കടുത്ത രോഗത്തോടൊപ്പം ഒരാൾക്ക് ഭക്ഷണം കൂടി കഴിക്കാനാകാതായാലോ രോഗി വീണ്ടും അവശനാകും. എന്നാൽ ഏത് കടുത്ത രോഗമോ ചികിത്സയോ ആയിക്കൊള്ളട്ടെ, രോഗിക്ക് ഭക്ഷണത്തിന് രുചി തോന്നാൻ ഒരു പ്രകൃതിദത്ത മാർഗം എത്നിക് ഹെൽത്ത് കോട്ട് അവതരിപ്പിക്കുന്നു. മിറാക്കിൾ ഫ്രൂട്ട് എന്ന ചുവന്ന ചെറിയൊരു പഴമുണ്ട്. സിൻസിപ്പാലം ഡൾസിഫിക്കം എന്ന ശാസ്ത്രനാമത്താൽ അറിയപ്പെടുന്ന ഈ ചെറിയ പഴം നാം കഴിച്ചാൽ അടുത്ത അരമണിക്കൂർ സമയം എന്ത് ഭക്ഷണം കഴിച്ചാലും അത് മധുരമായി അനുഭവപ്പെടും. ഉദാഹരണത്തിന്, നിങ്ങൾ ഈ പഴം കഴിച്ച ശേഷം കടുത്ത പുളിയുള്ള നാരങ്ങാ നീര് അല്പം വായിലൊഴിച്ച് നോക്കൂ. നാരങ്ങയ്ക്ക് നല്ല മധുരം അനുഭവപ്പെടും. നാരങ്ങ മാത്രമല്ല, നിങ്ങൾ ഏത് ഭക്ഷണം കഴിച്ചാലും അരമണിക്കൂർ സമയം നല്ല മധുരമായി നിങ്ങൾക്ക് അനുഭവപ്പെടും. മിറാക്കിൾ പഴത്തിൽ മിറാക്കിൾ എന്ന് വിളിക്കുന്ന ഒരു ഗ്ലൈക്കോ പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. ഈ പഴം കഴിക്കുമ്പോൾ ഈ പ്രോട്ടീൻ നമ്മുടെ നാക്കിലെ രുചി അറിയുന്ന രസമുകുളങ്ങളെ കവർ ചെയ്യുകയും മധുരം മാത്രം നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്ന ഒരു മനോഹരമായ രസവിശേഷം ഉണ്ടാക്കുകയും ചെയ്യുന്നു. അരമണിക്കൂർ കഴിയുമ്പോൾ നമ്മുടെ ഉമിനീർ തന്നെ ഇതിനെ അലിയിച്ചു കളയുകയും വായുടെ രസമുകുളങ്ങൾ സാധാരണ പോലെ ആകുകയും ചെയ്യുന്നു. ഈ പഴം രക്തത്തിലെ ഷുഗർ വർദ്ധിപ്പിക്കില്ല എന്നതിനാൽ പ്രമേഹ രോഗികൾക്കും സുരക്ഷിതമായി ഉപയോഗിക്കാവുന്നതാണ്. മിറാക്കിൾ പഴത്തിന് ഒരു രോഗത്തെയും മാറ്റാനുള്ള കഴിവില്ല. പക്ഷേ രോഗികളുടെ വായയ്ക്ക് രുചി തിരിച്ചു കൊണ്ടുവരുവാൻ സാധിച്ചാൽ അവർക്ക് രുചികരമായി ഭക്ഷണം കഴിച്ച് രോഗം വേഗം സുഖപ്പെടുത്തുവാൻ സാധിക്കും. എല്ലാവർക്കും ഈ അറിവ് ഷെയർ ചെയ്യുക. രോഗങ്ങളാൽ കഷ്ടപ്പെടുന്നവർക്ക് ഈ ഇൻഫർമേഷൻ ഒരു വലിയ സഹായമായിരിക്കും. ഏവർക്കും ഉപകാരപ്രദമായ ഹെൽത്ത് ഇൻഫർമേഷൻ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ethnichealthcode.com.